ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് ക്യാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി MBA മാനേജ്മെൻറ്റ് കൺസെപ്റ്റ് ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ് നമ്മുടെ ആദ്യത്തെ പരീക്ഷ തുടങ്ങുന്നത് അല്ലേ. 24/5 നമുക്ക് ഉച്ചയ്ക്കാണ് പരീക്ഷ തുടങ്ങുന്നത്, 2 മണി മുതൽ 5 മണി വരെ. അപ്പോൾ കുട്ടികളെല്ലാവരും പരീക്ഷയ്ക്ക് പഠിച്ച് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാനില്ല. അതായത് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഇത് റിപ്പീറ്റ് ചെയ്ത് പെട്ടെന്നൊന്നും ഇടില്ല. ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അങ്ങനെയാണ് വരുന്നത്. കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് വരുന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഫെമിലറൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻസേഴ്സും ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്ര എഴുതിയാൽ പോരാ മാർക്ക് കിട്ടണമെങ്കിൽ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഫസ്റ്റത്തെ, അതായത് പാർട്ട് എ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് 5 ക്വസ്റ്റ്യൻ വരും, 6 മാർക്കിൻ്റെത്. 30 ആണ് ടോട്ടൽ പാർട്ട് എയുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ്? ഒരു ബിസിനസ്സിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ ചില കമ്പനീസിൻ്റെയൊക്കെ CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. CSR ഫണ്ടിൽ നിന്ന് നിർമ്മിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മൾ പലയിടത്തും ബോർഡ് കണ്ടിട്ടുണ്ടോ. ഫെഡറൽ ബാങ്ക്, അങ്ങനെ കുറേ എന്താ പറയുക, വലിയ ബിസിനസ് ഫേംസിന് CSR പോളിസീസ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് ഈ എന്താ പറയുക സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഒപ്പം തന്നെ ഓൾസോ നോൺ ആസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നും കൂടെ വരുന്നുണ്ട്. ഇനി നമ്മളൊരു ബ്രീഫായിട്ട് അത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പീപ്പിൾ ആൻഡ് ഓർഗനൈസേഷൻ ബിഹേവിങ് ആൻഡ് കണ്ടക്റ്റിംഗ് ബിസിനസ് എത്തിക്കലി. അതായത് ഒരു പീപ്പിൾ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ബിഹേവിങ് പ്രോപ്പർലി, അതായത് ഒരു നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക. ഒരു ബിസിനസ് നടത്തുമ്പോൾ എത്തിക്കലായിട്ടുള്ള നല്ല ബിസിനസ്സുകൾ നടത്തുക. പിന്നെ എന്താ പറയുക, നമ്മൾ സോഷ്യൽ വൈസ് നോക്കുകയാണെങ്കിലും സാമൂഹികമായും സാമ്പത്തികമായും പാരിസ്ഥിതികപരമായിട്ടുള്ള രീതിയിൽ ബിസിനസ് കണ്ടക്ട് ചെയ്യുക. നല്ല രീതിയിൽ സമൂഹത്തിന് നല്ല ബെനിഫിറ്റ് കൊടുക്കുന്ന രീതിയിൽ ബിസിനസ് ചെയ്യുക. ആ ഒരു റെസ്പോൺസിബിലിറ്റീനെ പറയുന്ന പേരാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ CSR. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് മോട്ടിവേഷൻ? മോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെഫിനേഷൻ എഴുതിയിട്ടില്ല, ടെക്സ്റ്റിലുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ എഴുതിയാൽ മതി കേട്ടോ. ദ പ്രോസസ് ദാറ്റ് ഇനീഷ്യേറ്റ് ഗൈഡ്സ് ആൻഡ് മെയിൻറ്റെയിൻസ് ഗോൾ ഓറിയൻറ്റഡ് ബിഹേവിയർ. ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബിഹേവിയറിന് വേണ്ടിയിട്ട് ഈ എന്താ പറയുക നമ്മളെ ഗൈഡ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ പറയുന്ന പേരാണ് ഈ മോട്ടിവേഷൻ. പിന്നെ ഈ മോട്ടിവേഷൻ്റെ ടൈപ്സ് ചോദിക്കുന്നുണ്ട്. ടൈപ്സ് മെയിൻലി 2 ടൈപ്പാണ് വരുന്നത് കേട്ടോ. ഇൻറ്റേർണൽ മോട്ടിവേഷൻ, എക്സ്റ്റേണൽ മോട്ടിവേഷൻ. ഇത് ഞാൻ എളുപ്പത്തിന്, അതായത് ഓർമ്മ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ എന്ന് പറയുന്നതാണ്. ഇതിനെ ശരിക്കും ഇൻട്രൻസിക് എന്നും എക്സ്ട്രിൻസിക് എന്നായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പം അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് കൊണ്ടുള്ള മോട്ടിവേഷനെയാണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് കൊണ്ടുള്ള മോട്ടിവേഷൻ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ റിവാർഡ്സിനെ കൊണ്ടുള്ള മോട്ടിവേഷനെയാണ് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ എന്താ പറയുക, ഈ ഇൻറ്റേർണൽ മോട്ടിവേഷനിൽ അല്ലെങ്കിൽ ഇൻട്രൻസിക് മോട്ടിവേഷനിൽ വരുന്ന ഫാക്ടേഴ്സ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഇൻറ്റേർണൽ മോട്ടിവേഷനിലെ ഫാക്ടേഴ്സ് നോക്കണം, ഇൻറ്റേർണൽ റിവാർഡ്സ് നമ്മൾ നോക്കണം കേട്ടോ. ലേണിങ് വരുന്നുണ്ട്, ആറ്റിറ്റ്യൂഡ്, അച്ചീവ്മെൻറ്റ്, ക്രിയേഷൻ, ഫിസിയോളജിക്കൽ, ഇതൊക്കെയാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് വരുന്നത്. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെൻറ്റീവ് ആയിരിക്കും, ഭയങ്കര കടുകട്ടിയായിരിക്കും, പേടി അല്ലെങ്കിൽ പവർ, അഫിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഉത്തരവാദിത്തപ്പെട്ട് കൊടുക്കുക, അങ്ങനത്തെ ഒരു രീതിയിലൊക്കെയാണ് എൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഇതാണ് മോട്ടിവേഷൻ. അല്ലെങ്കിൽ എന്താണ് മോട്ടിവേഷൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഗൈഡൻസ് ആണ്, ഇനീഷ്യേറ്റീവ് എടുപ്പിക്കലാണ്, അതിനൊക്കെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഉണ്ട്, 4 ടൈപ്പൊക്കെ ഉണ്ട്. നമ്മൾ എന്തായാലും മെയിൻലി 2 ടൈപ്പ് എങ്കിലും പഠിക്കണം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സോഷ്യൽ പ്രോസസ് വിച്ച് ദ പീപ്പിൾ ക്യാൻ ഫോം ഇൻ ടു ഗ്രൂപ്പ്സ് ഓർ ടീംസ് ടു അറ്റെയിൻ സെറ്റ് ഓഫ് കോമൺ ഗോൾസ്. അതായത് ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോളിന് വേണ്ടിയിട്ട്, ഒരു സെർട്ടൻ ഗോളിന് വേണ്ടിയിട്ട് ഗ്രൂപ്പായിട്ടോ ടീമായിട്ടോ തിരിയുക. പിന്നെ എങ്ങനെയാണത് ഇൻകൾക്കേറ്റ് ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം സ്റ്റേജുകളുണ്ട്. 5 സ്റ്റേജ് വരുന്നുണ്ട്. ഫോമിങ്, അത് ഫോം ചെയ്യുക. സ്റ്റോമിങ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയില്ലേ, അങ്ങനെ ആലോചിക്കുക. പിന്നെ നോമിങ്, മാനദണ്ഡങ്ങൾ തീരുമാനിക്കുക.
പെർഫോം ചെയ്യുക, അഡ്ജോൺ ചെയ്യുക, ആവശ്യമെങ്കിൽ പെർഫോമൻസ് കഴിഞ്ഞാൽ മാറ്റി വയ്ക്കുക, നിർത്തുക. ഇതൊക്കെയാണ് ഈ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര എഴുതിയാൽ പോരാ, 5 മാർക്കാണ് വരുന്നത്. അത് ഓർത്ത് വെച്ചിട്ട് 6 മാർക്കാണ് വരുന്നത് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഓർത്ത് വെച്ചിട്ട് എഴുതണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് ഇന്നോവേഷൻ, ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി, അതായത് മാനേജ്മെൻറ്റ് ഓഫ് ഇന്നോവേഷൻ്റെ കൺസെപ്റ്റ്, പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി ജനറേറ്റിംഗ്, എന്താ പറയുക, ഡെവലപ്പിംഗ്, ഇംപ്ലിമെൻറ്റിങ് ന്യൂ ഐഡിയാസ്. അതായത് ഒരു പുതിയ ഐഡിയേനെ സിസ്റ്റമാറ്റിക്കലി ഓർഡറായിട്ട് ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ, ആ ഒരു കേസ്. പിന്നെ പ്രൊഡക്റ്റ്, പ്രോസസ് ഓർ ബിസിനസ് മോഡൽസ്. ഇപ്പോൾ ന്യൂ ഐഡിയ തന്നെ ആവണം എന്നില്ല. അത് ചിലപ്പോൾ മേ ബി ഒരു പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ആവാം, ബിസിനസ് മോഡൽ ആവാം. ഈ എന്താ പറയുക, ഈ ഓരോ പുതിയ ഐഡിയാസോ പ്രോഡക്റ്റോ പ്രോസസ്സോ ബിസിനസ് മോഡലോ ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുക, അത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ. പിന്നെ ക്രിയേറ്റ് വാല്യൂ ആൻഡ് അച്ചീവ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. പിന്നെ നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു സംഭവത്തിന് എന്താ പറയുക, ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കൊടുക്കുക, അതിനൊരു വാല്യൂ ഉണ്ടാക്കി കൊടുക്കുക. അതൊക്കെയാണ് ഈ മാനേജ്മെൻറ്റ് ഓഫ് ഇന്നോവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് ബെഞ്ച് മാർക്കിംഗ് എന്താണെന്നാണ്. പ്രോസസ് വേർ യു മെഷർ യുവർ കമ്പനീസ് സക്സസ് എഗെയിൻസ്റ്റ് കോമ്പറ്റീറ്റേഴ്സ്. അതായത് നമ്മുടെ കമ്പനിയുടെ സക്സസ് മെഷർ ചെയ്യുക. നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവരെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. അതായത് എന്താ പറയുക, നമുക്ക് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനാണെന്ന് വിചാരിക്കരുത്. നമ്മൾ ബെഞ്ച് മാർക്ക് ചെയ്യണം. നമ്മുടെ ഗ്രോത്ത് ഇത്രയ്ക്കാണ്, അവരുടെ ഗ്രോത്ത് അത്രയ്ക്കാണെന്നൊരു കമ്പാരിസൺ വരുമ്പോൾ നമ്മുടെ ഗ്രോത്ത് ഒബ്വിയസ്ലി നമ്മൾ ആ ഒരു ഇമ്പ്രൂവ് ചെയ്യാൻ, നമ്മുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രൊസീജിയർ നടത്തുന്നത്. അപ്പോൾ എന്തിനാണെങ്കിലും ഇങ്ങനെ ഒരു ബെഞ്ച് മാർക്കിംഗ് നടത്തുന്നത് നല്ലതാണ്. ഇതിനെയാണ് നമ്മൾ ഈ എന്താ പറയുക, ബിസിനസ്സിൽ ബെഞ്ച് മാർക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ഓർഗനൈസേഷണൽ കൾച്ചർ. ഓരോ ഓർഗനൈസേഷണൽ കൾച്ചർ എങ്ങനെയായിരിക്കണം, ഇതിൽ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർഡ് വാല്യൂസ്, പിന്നെ ബിലീഫുകൾ. വാല്യൂസ്, നമുക്ക് എല്ലാവർക്കും വാല്യൂസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഓർഗനൈസേഷണൽ കൾച്ചറിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ വാല്യൂസ് ഉണ്ടായിരിക്കും. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഷെയർ ചെയ്യപ്പെടുന്ന വാല്യൂസ്, വിശ്വാസങ്ങൾ, ആറ്റിറ്റ്യൂഡ്സ്, പിന്നെ ബിഹേവിയർ, അതിനൊക്കെയാണ് ഈ ഒരു ഓർഗനൈസേഷൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവത്തിനെയാണ് കൾച്ചർ, ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7th വൺ, എക്സ്പ്ലെയിൻ മാനേജ്മെൻറ്റ് ഓഫ് ഡൈവേഴ്സിറ്റി എന്നാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർഗനൈസേഷനിൽ അതായത് ഇപ്പോൾ പല ഐഡൻറ്റിറ്റിയിലുള്ള അല്ലെങ്കിൽ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളൊക്കെ ഹയർ ചെയ്യത്തില്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ മാനേജ്മെൻറ്റ് ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് വളരെ ബ്രീഫായിട്ട് പറയുന്നത്. ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്ര പോയിൻറ്റ്സാണ് നിങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ളൂ. പക്ഷേ ഇത് മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. കാരണം 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മളൊരു 1 പേജൊക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെയാണ് 6 മാർക്ക് എസ്പെഷ്യലി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ കിട്ടുമല്ലോ. അത്യാവശ്യം എന്താ പറയുക, ടഫായിട്ടുള്ളൊരു എക്സാം തന്നെയാണ്. എളുപ്പമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേജ്, ആ ഒരു പേജിൻ്റെ ഒരു പുറമെങ്കിലും 6 മാർക്കിൻ്റെതായിട്ട് നമ്മൾ എഴുതണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ദ ടേം ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്തുകൊണ്ട് ഞാനിപ്പോൾ പ്രത്യേകിച്ച് എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല. ലീഡർഷിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരിലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഒരു ടീം ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ വേണം, എംപതി വേണം, പിന്നെ സിമ്പത്തറ്റിക് ആയിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഒരു ഓർഗനൈസേഷനിൽ. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റിംഗ് എവറി പേഴ്സണൽ ഇൻ ആൻഡ് ബിസിനസ് ഓർഗനൈസേഷൻ. അതിനെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ലീഡർഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതപ്പോൾ നിങ്ങൾ ഡിഫൈൻ എന്ന് പറയുമ്പോൾ ഡെഫിനേഷൻ കറക്റ്റ് അറിയാൻ. ഡെഫിനേഷൻ പറയാത്തതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് മാറാനോ കോമ മാറാനോ ഒന്നും മാറാൻ പാടില്ല ഡിഫൈൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഡെഫിനേഷൻ ഒട്ടും അറിയാത്തവർ മാത്രം മീനിങ് എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ലീഡർഷിപ്പിന് നല്ല ഡെഫിനേഷൻസ് ടെക്സ്റ്റിലുള്ളത് നോക്കി എഴുതാം. അപ്പോൾ പാർട്ട് എയുടെ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ നിർത്തുകയാണ്, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര എലാബറേറ്റ് ആവും.
അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ക്വസ്റ്റ്യൻസ്, അതായത് അടുത്ത പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.